വലിയ ചേമ്പ് വിളവെടുപ്പിന് ശേഷം അതിൻ്റെ കട മുറിച്ച് ഒരു പീസാക്കിയിട്ട് നട്ടതാണ് ഈ കാണുന്നത്. നല്ല വലിയ ഇല, അത് നല്ല രസമുണ്ട് കാണാൻ. ഇത് അതിൽ ഒരു 4 വിത്തുണ്ടായിരുന്നു. 3 നല്ല ഉശിരൻ രുചിയുള്ള കറി ഉണ്ടാക്കി. ഒരെണ്ണം നട്ടു, ഏറ്റവും ചെറുതാണ് നട്ടത്. അത് വളർന്നതാണ് ഈ കാണുന്നത്. ഇത്തവണ വേഗം മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ മുമ്പ് കഴിഞ്ഞ കൊല്ലം നട്ടപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട്, ഏപ്രിലോ അങ്ങാണ്ട് നട്ടിട്ട് മെയ്യിലോ അങ്ങനെ കണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ആണ് മുളച്ച് വന്നത്. ഇത് പക്ഷേ മുള വന്ന ചേമ്പ് വിത്തായിരുന്നു, അതുകൊണ്ട് വേഗം മുളച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയുന്നത് ഇതാണ് നടാൻ നല്ലതെന്ന്, അതായത് വിത്ത്. തായ്ച്ചേമ്പ് നട്ട് കഴിഞ്ഞാൽ അതിന് കോം എന്നാണ് പറയണത്, വിത്തിന് കോമൽ എന്നും പറയും. വിത്താണ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ കുറച്ചെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 എടുത്ത് കറി ഉണ്ടാക്കി ഒരെണ്ണം നട്ടു. അല്ലെങ്കിൽ 2 നട്ടാൽ കറിക്ക് അളവ് കുറഞ്ഞു പോകുമല്ലോ. പിന്നെ തായ്ച്ചേമ്പൊന്ന് നട്ടു നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് ചെറിയ ദോഷങ്ങളുണ്ട്. വളർച്ച കൂടുതലാണ്, കണ്ടല്ലോ, വേഗം വളർന്നു. പക്ഷേ ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവുമെന്നാണ് പറയണേ. പിന്നെ പറയുന്നത് വിളവ് കുറവായിരിക്കുന്നു. കാണാൻ വലിയ വലിപ്പമുണ്ടെങ്കിലും വിളവുണ്ടാവില്ല. എന്തായാലും നേരിട്ടുള്ളൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. 2 ഇരിക്കട്ടെ. ഇനിയിപ്പോൾ തായ്ച്ചേമ്പിന് കാര്യമായിട്ട് വിളവുണ്ടായില്ലെങ്കിലും സാരമില്ല, ഇതിനുണ്ടാവുമായിരിക്കും. പക്ഷെ ഇതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ചെടിച്ചട്ടിയിലെ കൃഷിയിൽ ചിലതിന് വിളവുണ്ടാവും, ചിലതിന് ഉണ്ടാവില്ല. അതൊന്നും അങ്ങനെ പ്രവചിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഏതായാലും വലിയ ചിലവില്ലാത്ത പരീക്ഷണമല്ലേ, നടക്കട്ടെ.